നാറ്റോയിൽ നിന്ന് അമേരിക്കയും ട്രംപ് അണ്ണനെയും പറപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ. നാറ്റോ രാജ്യങ്ങളെ നയിക്കാൻ യൂറോപ്പ് അമേരിക്കയെ ഒഴിവാക്കി ഒരു ബദലിന് ശ്രമിക്കുന്നു. യൂറോപ്പിന്റെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അമേരിക്കയില്ലാതെ സ്വന്തമായി സൈന്യം ഉണ്ടാവണമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് യൂർസുല വോൺ ഡെർ ലയൻ പറഞ്ഞു. ഇതിനായി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് മുൻപിൽ ഇത് അവതരിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. അംഗരാജ്യങ്ങൾ ഇതിനായി കൂടുതൽ ഫണ്ട് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ഫൗണ്ടേഷൻ നാറ്റോ ആയിരിക്കുമെന്നും എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കായി തങ്ങളുടേതായ പ്രതിരോധം ഉണ്ടാവണമെന്നും അവർ പറഞ്ഞു. മാർച്ചോടെ പദ്ധതി അവതരിപ്പിക്കുമെന്നും വോൺ ഡെർ ലയൻ പറഞ്ഞു. നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ സെക്യൂരിറ്റിക്കായി 5% ഡിഫൻസ് ഫണ്ട് ഉയർത്തി നൽകണമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഫണ്ട് ഇല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റിയും ഉണ്ടാകില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. മുമ്പ് തന്നെ ഫ്രാൻസും ജർമ്മനിയും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സ്വന്തമായി സൈന്യം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2019 നാറ്റോ സെക്രട്ടറി ഇതിനെതിരെ നിലപാടെടുത്തിരുന്നു. അമേരിക്കയും അംഗരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്ന് അദ്ദേഹം അന്ന് നിലപാടെടുത്തിരുന്നു. 5% താരിഫ് ഉയർത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഫ്രാൻസ് തങ്ങളുടെ മിലിറ്ററി ബഡ്ജറ്റ് ഡബിൾ ആക്കുമെന്ന് പ്രസ്താവിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഗസയും കാനഡയും ഗ്രീൻലാൻഡും പിടിക്കാനിറങ്ങിയ ട്രംപ് അണ്ണന് ലോകത്തുണ്ടായിരുന്ന സ്വാധീനം കൂടി നഷ്ടപ്പെടുകയാണ്. അമേരിക്കയ്ക്കെതിരെ പുതിയ ഒരു ലോകക്രമം കെട്ടിപ്പടുക്കുമെന്ന് റഷ്യയും പ്രഖ്യാപിച്ചിരുന്നു.